സിപിഎമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനം തുടരുകയാണ്. പ്രതിനിധി സമ്മേളനം ആണ് ഇന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുക. ശശിനാരായണൻ ആണ് വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശശിനാരായണൻ, പ്രതിനിധി സമ്മേളനത്തിൽ ഒട്ടേറെ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. പത്തനംതിട്ടയിൽ സംബന്ധിച്ചിടത്തോളം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയമടക്കമുണ്ടാകുന്നു. ഇന്നിപ്പോൾ പെരിയ ഇരട്ടക്കൊല കേസിലെ വിധിപ്രസ്താവം വരാൻ പോകുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇത്തരം ചർച്ചകളും അല്ലെങ്കിൽ പാർട്ടിയെ എങ്ങനെ നവീകരിക്കേണ്ടതുണ്ട്, പാർട്ടിയെ തിരുത്തേണ്ടതുണ്ട്, ഇതൊക്കെയാണല്ലോ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുക. മറ്റെന്തെല്ലാം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? അഭിലാഷ്, CPM ജില്ലാ സമ്മേളനത്തിന് പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. ഇന്നലെ വൈകിട്ടാണ് വിവിധ സ്ഥലങ്ങളിലുള്ള കൊടിമര ജാഥകൾ സമ്മേളന നഗരിയിലെത്തി പതാക ഉയർത്തിയതോടുകൂടി തന്നെ ഔദ്യോഗികമായി CPMന്റെ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. ഇന്ന് രാവിലെ 10 മണിക്കാണ് പൊതുസമ്മേളനം ആരംഭിക്കുക. പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആണ് ഉദ്ഘാടനം ചെയ്യുക. തുടർന്ന് സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിക്കും. റിപ്പോർട്ടിനെ തുടർന്നുള്ള ചർച്ച ആരംഭിക്കും. എന്തായാലും ആ ചർച്ചയിൽ വിവിധ വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങൾ, സംഘടനാ വിഷയങ്ങൾ, ഒപ്പം ജില്ലയിലെ പൊതു വിഷയങ്ങളെല്ലാം ചർച്ചയായി വരും. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ AD നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയുണ്ടാവും. അതുപോലെ തന്നെ ജില്ലയിലെ ചില വിഭാഗീയത നിലവിൽ നിൽക്കുന്നു. സംഘടന ശക്തമാണ് എന്ന് അടിയറയിട്ട് ജില്ലാ സെക്രട്ടറി ഉദയഭാനു പറയുമ്പോഴും തിരുവല്ലയിലും അടൂരും കൊടുമണ്ണ അടക്കമുള്ള മേഖലകളിൽ പാർട്ടിക്കുണ്ടായ ചില വിഭാഗീയ പ്രവർത്തനങ്ങൾ കൂടി ചർച്ചയായി വരും. കാരണം തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ഐസക്കിന്റെ പരാജയം അത് വിഭാഗയുടെ ഭാഗമായിട്ടാണ്, തിരുവല്ല ഉണ്ടായ വിഭാഗയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന ചില ഓഡിയോ കൂടി പുറത്തു വന്നിരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം സമ്മേളനത്തിൽ ചർച്ചയാവും. ലോക്കൽ സമ്മേളനങ്ങളും ബ്രാഞ്ച് സമ്മേളനങ്ങളും ഒപ്പം ഏരിയ സമ്മേളനങ്ങളും എല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് ജില്ലാ സമ്മേളനത്തിൽ കടക്കുക. അതോടൊപ്പം തന്നെ ഇത്തരം വിഭാഗീയത കൂടി ഈ ചർച്ചയായിട്ട് വരുന്നുണ്ട്. പാർട്ടിക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ ശക്തമായ അടിത്തറ ജില്ലയിലുണ്ട്. ഇടതുപക്ഷ MLA-മാരാണ് 5 മണ്ഡലങ്ങളുള്ളത്. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും വരുന്ന സാഹചര്യത്തിൽ ഈ വിഭാഗീയതയൊക്കെ ഒരുപക്ഷെ വലിയ തലവേദനയായി പാർട്ടിക്ക് മാറുന്നുണ്ട്. ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയാവുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാഷ്ട്രീയ വിഷയങ്ങൾ ഒക്കെ സ്വാഭാവികമായും ചർച്ചയായി വരാൻ സാധ്യതയുണ്ട്. എന്തായാലും 3 ടൈം പൂർത്തിയാക്കുന്ന ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഈ പ്രാവശ്യം മൊഴിയും പകരം 3 പേരുകളാണ്. ജില്ലാ സെക്രട്ടറി അംഗങ്ങളായ ഹർഷകുമാർ, അതുപോലെ TD ബൈജു, മുൻ MLA രാജു എബ്രഹാം എന്നിവ പേരുകളാണ് എന്തായാലും പരിഗണനയിലുള്ളത്. ഇതെല്ലാം ഇനി വരുന്ന ദിവസങ്ങളിൽ ഇന്നും നാളെയുമായി നടക്കുന്ന ഈ റിപ്പോർട്ടിനുള്ള ചർച്ചയിലാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുക. 30-ാം തീയതിയാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത്. എന്തായാലും ആ പാർട്ടിയെ സംബന്ധിച്ച് സംഘടനാപരമായി ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകേണ്ടതുണ്ട്. ഒപ്പം വനിതകൾക്ക് കൂടി പ്രാതിനിധ്യം നൽകേണ്ട സാഹചര്യമുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ഈ വിവിധ വിഷയങ്ങൾ ഇന്നും നാളെയും നടക്കുന്ന ചർച്ചയിൽ ഇതെല്ലാം ഉണ്ടാകും. എന്തായാലും സംഘടനാപരമായി ശക്തമാണ്, അടിത്തറയുള്ള പാർട്ടിയാണ്, വിഭാഗീയത ഇല്ല എന്നൊക്കെ ജില്ലാ സെക്രട്ടറിയും പാർട്ടിയും പറയുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ വിഭാഗീയ പാർട്ടിക്ക് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ഒരു തലവേദന തന്നെയാണ് ഉള്ളത്. ആ കാര്യങ്ങളൊക്കെ വിവാദ വിഷയങ്ങളായി വരാം. ഈ AD നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ജില്ലാ ഘടകം ആദ്യഘട്ടത്തിന്റെ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം ഇന്ന് കണ്ണൂർ ഘടകം അത് ഘടകവിരുദ്ധം ആദ്യം പറയും. ഇതൊക്കെ ഒരു വിവാദത്തിന് കാരണമായി മാറിയ സാഹചര്യം ജില്ലയിലുണ്ട്. കുടുംബത്തോടൊപ്പം എന്ന് പറയുമ്പോൾ തന്നെ CBI അന്വേഷണം വേണം എന്ന് കുടുംബം ആവശ്യപ്പെടും. അതിനെ എതിർക്കുന്ന സാഹചര്യം കൂടി പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു മലയാളപ്പുഴയിലും അതുപോലെ തന്നെ കോതി ഏരിയയിലുള്ള ഏരിയ കമ്മിറ്റികളൊക്കെ ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കും. സംഘടനാപരമായി CPM-നെ സംബന്ധിച്ച് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ജില്ലാ സമ്മേളനം തന്നെ, പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനം തന്നെയാണ് ഇത് നടക്കുന്നത്. 2-3 ദിവസങ്ങളായി ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ചയ്ക്ക് വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും രാവിലെയാണ് 10 മണിയോടുകൂടി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് തുടർന്നുള്ള നടപടികൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. CPM-ന്റെ ജില്ലാ സമ്മേളനങ്ങൾ തുടരുന്ന സമയം കൂടിയാണ്. സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സമ്മേളനമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ വിലയിരുത്തലുകൾ, സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച ആക്ഷേപങ്ങൾ, പരാതികൾ, ഒപ്പം പാർട്ടിയുമായി ബന്ധപ്പെട്ട സംഘടനാ പ്രശ്നങ്ങൾ, മറ്റ് സാമൂഹിക വിഷയങ്ങൾ എല്ലാം തന്നെ ഇത്തരം സമ്മേളനങ്ങളിൽ ചർച്ച ആകുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. അത്തരം ചർച്ചകൾ പത്തനംതിട്ടയിലും നടക്കും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ഇന്ന് നമ്മൾ